ഓം നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇന്ന് പറയുന്ന വിഷയം കുംഭം രാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് 2025 വരുന്ന സമ്പൂർണ്ണമായിട്ടുള്ള വർഷഫലമാണ് പറയുന്നത്. ഇതൊരു പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഈ പൊതുഫലങ്ങളെ മുൻനിർത്തി നിങ്ങൾ നിങ്ങളുടെ ജാതക വിചിന്തനം നടത്തി ഇപ്പോഴത്തെ ദശ, അന്തർദശ, അപഹാരം എന്നിവ മനസ്സിലാക്കി യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തിയാൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ ഒരു പരിധിവരെ മറികടക്കുവാൻ സാധിക്കും എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ കുംഭം രാശിയിൽ വരുന്നത് അവിട്ടം അര, ചതയം, പൂരുരുട്ടാതി മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ്. പ്രധാനമായും സാമ്പത്തികം, ഭാഗ്യം, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യം, ആരോഗ്യപരമായിട്ടുള്ള കാര്യം, ദാമ്പത്യം, കുടുംബം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഈ ഭാവി ഫലം പറയുന്നത്. കുംഭം രാശിക്കാർക്ക് 2025 സാമ്പത്തിക പുരോഗതിയും വിദ്യാവളർച്ചയും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ദാമ്പത്യ കുടുംബപരമായ ഐശ്വര്യങ്ങളും ഗൃഹം, വാഹനം എന്നിവയുമായിട്ടുള്ള നിർമ്മാണങ്ങളും ലാഭങ്ങളും കാര്യവിജയവുമാണ് പ്രധാനമായും ഉന്നതി ഉണ്ടാകുവാൻ പോകുന്ന മേഖലകൾ എന്ന് പറയുന്നത്. കുംഭം രാശിക്കാരുടെ ആരോഗ്യം 2025 ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. വർഷാരംഭത്തിൽ വായു സംബന്ധമായ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം. ആയതിൻ്റെ പരിഹാരമായിട്ട് ആഹാര ക്രമീകരണങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കുക. വർഷത്തിൻ്റെ പകുതിയോടെ ആരോഗ്യത്തിൽ നല്ല ഉയർച്ച വന്നു ചേരുന്നതായിരിക്കും. രക്തസമ്മർദ്ദം, കഫവാതജന്യമായ രോഗങ്ങൾ, നാഡീസംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ ഔഷധ സേവ നടത്തുന്നവർക്ക് വർഷത്തിൻ്റെ പകുതിയോടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഈ ഔഷധ സേവ അവസാനിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ, ആ രോഗം ഭേദമാകാനുള്ള സാഹചര്യങ്ങൾ വർഷത്തിൻ്റെ പകുതിയോടെ വന്നു ചേരുന്നതായിരിക്കും. കൂടാതെ കുടുംബപരമായിട്ട് ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ 2025 എന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ, മുന്നേയുള്ള വർഷങ്ങളിൽ വളരെയധികം ശ്രമിച്ചിട്ടും നടക്കാതെ വന്നിരുന്ന ചില കാര്യങ്ങളിൽ, അതിൽ പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ വിവാഹ ബന്ധങ്ങൾ. നമ്മൾ കുറേ നാളുകളുണ്ടായി ശ്രമിക്കുന്നു, നടക്കുന്നില്ല. അത് ഈ 2025 അതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ അനുകൂലമായി വരുമെന്നുള്ളതാണ്. ബന്ധുബലം വർദ്ധിക്കുന്നതാണ് പ്രധാനമായും കാണുന്നത്. വിവാഹ മംഗളകാര്യങ്ങളിലൂടെ തന്നെയായിരിക്കും ബന്ധുബല വർധനവ് വന്നു ചേരുന്നത്. മംഗളകരമായ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു സമയം. ആഗ്രഹ സാഫല്യം സംഭവിക്കുന്നതാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന സ്വരച്ചേർച്ചകൾ, മുന്നേ ഉള്ള കാലങ്ങളിൽ നിന്നിരുന്ന സ്വരച്ചേർച്ചകൾ, തർക്കങ്ങൾ എന്നിവയ്ക്കൊക്കെ വിരാമം വരികയും കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവ വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും. കുടുംബസമേതം ഉത്സവാദി കാര്യങ്ങളിൽ അല്ലെങ്കിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ദാമ്പത്യ ജീവിത പുഷ്ടിപ്പെടുന്നതുമായിരിക്കും. കൂടാതെ തന്നെ സന്താനഭാഗ്യം വന്നു ചേരുന്നൊരു സമയമാണ്. സന്താനങ്ങൾ വഴി അഭിമാനിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകാൻ ഉള്ള ഒരു സമയമാണ്. വർഷാരംഭത്തിൽ വിദ്യാർത്ഥികൾക്ക് ചെറിയ രീതിയിലുള്ള വിദ്യാതടസ്സങ്ങൾ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും വർഷത്തിൻ്റെ ആദ്യ പകുതിയോടെ വിദ്യാഭ്യാസപരമായി വളരെ വലിയ ഉയർച്ചകൾ സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ആയതിലേക്കുള്ള വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യും. ഗവേഷണ രംഗത്ത് നിൽക്കുന്നവർക്ക്, കൂടാതെ മെഡിക്കൽ ഫീൽഡ്, ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഗ്രാഫിക്സ് ഡിസൈൻ രംഗത്ത് നിൽക്കുന്നവർക്കൊക്കെ മികച്ച അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ശരിക്കു പറഞ്ഞാൽ കുംഭം രാശിക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയോടെ
വളരെ നല്ല ഉയർച്ചകൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. ഈ രീതിയിൽ ഉയർച്ചകൾ സംഭവിക്കുന്നതിലൂടെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും കുംഭം രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ്. മുൻ വർഷങ്ങളിൽ ബിസിനസ് പരമായോ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ആയോ ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുവാൻ പറ്റാതെ മാറ്റിവെച്ച പദ്ധതികൾ ഈ വർഷത്തിൽ ആരംഭിക്കുവാനും അതൊക്കെ വിജയിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. മുടങ്ങിക്കിടക്കുന്ന ഭവന നിർമ്മാണം പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് പോലുള്ള മേഖലകളിൽ നിന്ന് അർഹമായ ലാഭം പ്രതീക്ഷിക്കാവുന്നതുമാണ്. കർമ്മമേഖലയിൽ വളർച്ചകൾ സംഭവിക്കുന്ന കാലമായിരിക്കും 2025 എന്നത്. നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന മേഖലകൾ വലുതാക്കുവാൻ, വിപുലീകരിക്കുവാൻ സാധിക്കും. ഒന്നിലധികം ബിസിനസ് സ്ഥാപനങ്ങൾ തുറക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു സ്ഥാപനത്തിൻ്റെ തന്നെ ശാഖ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി എന്ന രീതിയിൽ മറ്റ് സ്ഥാപനങ്ങൾ കൂടി ഒന്നിലധികം സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവും. ഉദ്യോഗാർത്ഥികൾക്ക് പല മേഖലകളിൽ നിന്നും അവസരങ്ങൾ വരുന്ന സമയം കൂടിയാണ്. അത് പറയുമ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അതായത് ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുമതി പത്രങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, തൊഴിലുകൾ, കുടുംബത്തിലെ ഒന്നിലധികം ആൾക്കാരെ കൂടെ ചേർത്ത് ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ നിന്ന് നല്ല വിജയം കാണുവാൻ സാധിക്കും എന്നുകൂടി പറയുന്നു. കുംഭം രാശിക്കാർക്ക് 2025 ധനനഷ്ടം സംഭവിക്കാതെ, ഒരുപാട് ധനം നഷ്ടപ്പെട്ടു പോകാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുവാൻ സാധിക്കുന്നതായിരിക്കും. പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. പ്രതീക്ഷിക്കാത്ത പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അതിൽ പ്രധാനം വിവാഹം, ഗൃഹനിർമ്മാണം, സന്താനലബ്ധി. ഗൃഹനിർമ്മാണം എന്ന് പറയുമ്പോൾ നിലവിലെ ഗൃഹം പൊളിച്ച് പണിയുന്നതോ അല്ലെങ്കിൽ പുതിയ ഗൃഹം നിർമ്മിക്കുന്നതോ ആവാം. സന്താനലബ്ധി, വാഹന ലാഭം, തൊഴിൽ പുരോഗതി എന്നിവയൊക്കെയാണ്. കൂടാതെ വിദേശയാത്രയും വിദേശത്ത് ജോലിയും നല്ല സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ എന്നിവയിൽ നിന്നൊക്കെ ഭാഗ്യ അനുഭവങ്ങൾ വരാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് എന്നുള്ളതാണ്. കുംഭം രാശിക്കാർ പ്രധാനമായിട്ടും മാസത്തിൽ ഒരിക്കലെങ്കിലും നവഗ്രഹ പൂജ നടത്തി പ്രാർത്ഥിക്കുക. കൂടാതെ അന്നദാനം പോലുള്ള കാര്യങ്ങളിൽ അംഗമാകുവാൻ ശ്രമിക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഭാഗ്യസൂക്താർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാകുന്നു. ഈ രീതിയിലാണ് കുംഭം രാശിയിൽ വരുന്ന അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ എന്നീ നാളുകാർക്ക് 2025 വരുന്ന പൊതുഫലങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.